പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നോസ് ബ്ലൈൻഡ്നെസ്. പേര് കേൾക്കുമ്പോൾ ഇത്തിരി കട്ടിയുള്ള ഒരു സാധനമായിട്ട് തോന്നെങ്കിലും അത്യാവശ്യം സിമ്പിൾ ആയിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഉമ്മ റൂമിലോട്ട് കയറി വരും, എന്നിട്ട് അവിടെ എത്തിയിട്ട് മുഖം വിളിച്ചിട്ട് ഒരു പറച്ചിലുണ്ട്, ഇവിടെ എന്തോ വൃത്തിയായിട്ട സ്മെല്ലാണ്, നീ വൃത്തിയാക്കാറൊന്നുമില്ല. നമ്മൾ ഉമ്മനോട് തർക്കിക്കും, നമ്മൾ വൃത്തിയാക്കാറുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കറങ്ങി തിരിച്ചു വന്ന് റൂമിലോട്ട് കയറുമ്പോഴാണ് ആ റൂമിൻ്റെ ഉള്ളിലുള്ള സ്മെല്ല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മണക്കാനുള്ള കഴിവിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല സ്മെല്ലുകൾ അറിയാൻ മാത്രമല്ല, നല്ല ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നമ്മൾ അകറ്റി നിർത്താൻ കൂടെ ഉള്ളതാണ്. ഒരു ബിൽഡിങ്ങിൽ ഉണ്ടാകുന്ന സ്മോക്ക് ഡിറ്റക്ടർ പുകയൊക്കെ വരുമ്പോൾ കണ്ടുപിടിക്കും പോലെ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ നിങ്ങളുടെ പെർഫ്യൂമിന്റെ സ്മെല്ല് അത്യാവശ്യം പ്ലസന്റ് ആണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും ഒക്കെ കൂടെ തുടരെ നമ്മളെ മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ അതിന് ഡിറ്റക്ട് ചെയ്യുന്ന പയ്യെ അങ്ങ് നിർത്തും. നമ്മുടെ നോസിന് കോമൺ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ സ്മെല്ല് അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണമല്ലോ. ഒരു ഗ്യാസ് ഒക്കെ ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് പിടിക്കാൻ പറ്റണം. അപ്പൊ നമ്മുടെ ബ്രെയിന് പയ്യെ ഈ ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് മെല്ലെ അങ്ങ് മാസ്ക് ചെയ്ത് കളയും. നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടാതാവുകയും ചെയ്യും. ഈ ഒരു സംഗതിനെ പറയുന്ന പേരാണ് നോസ് ബ്ലൈൻഡ്നെസ്. നിങ്ങൾ നിങ്ങളുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ 10-15 സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഇതിന് പവർ പോരാ, ഒന്നും സ്മെല്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്പ്രേ അടിച്ചിട്ട് അങ്ങ് പോകും. അപ്പൊ അനുഭവിക്കുന്ന ആരായിരിക്കും? നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാരായിരിക്കും. എപ്പോഴും നിങ്ങളുടെ അടുത്തുണ്ടാവുന്ന ആളും ചിലപ്പോൾ നോസ് ബ്ലൈൻഡ് ആയി പോകും. പക്ഷെ പുതിയൊരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്മെല്ല് നോട്ടീസ് ചെയ്യാൻ പറ്റും. അവർ പറയും ചെയ്യും, നല്ല പെർഫ്യൂം ആണല്ലോ, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണല്ലോ എന്നൊക്കെ. അപ്പൊ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഫ്രാഗ്രൻസുകൾ റൊട്ടേറ്റ് ചെയ്യുക, എല്ലാ ദിവസവും ഒരേ പെർഫ്യൂമിനെ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങളുടെ മൂക്കിന്റെ അടുത്തേക്കുള്ള ഭാഗങ്ങളിൽ സ്പ്രേ ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ കഫിൽ, എൽബോയുടെ ഭാഗത്ത് കഫിലൊക്കെ സ്പ്രേ ചെയ്ത് വെക്കുക.